ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ടു ഡു ലിസ്റ്റ് .js എന്ന് പറഞ്ഞൊരു ഫയൽ, ഒരു empty ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് SRC ഫോൾഡറിലാണ്. അതുകൂടാതെ നമുക്ക് ആപ്പിനകത്ത് അത് ഇൻക്ലൂഡും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അപ്പോൾ ഒരു ഫംഗ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് റിയാക്ട് ഫംഗ്ഷൻ കമ്പോണൻറ്റ് വിത്ത് എക്സ്പോർട്ട് പറയാം, എൻ്റർ അടിക്കാം. സോ നമ്മുടെ കമ്പോണൻറ്റ് റെഡിയായി. നമുക്കിവിടെ ജസ്റ്റ് ഒരു h1 കൊടുക്കാം. ഇവിടെ ടു ഡു ലിസ്റ്റ് എന്ന് പറയാം. നമുക്ക് ഈ ടു ഡു ലിസ്റ്റ് .js app.js ഇൻക്ലൂഡ് ചെയ്യാം. ഇമ്പോർട്ട് പറയുക, ടു ഡു ലിസ്റ്റ് പറയുക, ഫ്രം ടു ഡു ലിസ്റ്റ് വന്നിട്ടുണ്ട്, സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഫങ്ഷണൽ കമ്പോണൻറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ടു ഡു ലിസ്റ്റ് എന്ന് കൊടുക്കുക, ടാഗ് ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുക. നമുക്ക് ബ്രൗസറിലൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് app.jsൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് വയ്ക്കാം. ഇവിടെ ഒരു ബട്ടണോടെ വയ്ക്കാം. ആഡ് ടു ലിസ്റ്റ് എന്ന് വയ്ക്കാം. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബോക്സായി ഒരു ബട്ടണായി. നമുക്കതൊന്ന് നോക്കാം. നമുക്ക് കാണാം, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഇവിടെ ഒരു ബട്ടൺ. ഇവിടെ നമുക്ക് ലിസ്റ്റ് ഇവിടെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്കതിനായിട്ട് അവിടെ ഒരു ഡിവ് വെച്ചേക്കാം. ഇവിടെ അത് വന്നോളൂ. ഇനി നമുക്ക് ഇവിടെ ഒരു ഓൺ ക്ലിക്കിൽ ഒരു ഫങ്ഷൻ കോൾ വേണം. ഇവിടെ ഓൺ ക്ലിക്ക് ഈക്വൽസ് ആഡ് ലിസ്റ്റ് എന്ന് പറയാം. ഈ ആഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഓൺ ക്ലിക്ക് എന്നുള്ള ഈ ബട്ടനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആഡ് ലിസ്റ്റ് എന്നുള്ള ഫങ്ഷൻ കോൾ ചെയ്യപ്പെടും. നമുക്കതിനായിട്ട് ആ ആഡ് ലിസ്റ്റ് എന്നുള്ളൊരു ഫങ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റ് ആഡ് ലിസ്റ്റ് ഈക്വൽസ് ആരോ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു അറയാണ്. സോ ARR ലിസ്റ്റ് എന്ന് പറയാം. ഇവിടെ അതിനുവേണ്ടി ഒരു സെറ്റർ ഫങ്ഷൻ കൊടുക്കാം. സെറ്റ് ARR ലിസ്റ്റ് എന്ന് പറയാം. യൂസ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം നമുക്ക് ഇവിടെ ഒരു യൂസ് സ്റ്റേറ്റ് വേരിയബിളും അതിനകത്തൊരു വാല്യൂ വെക്കാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് പറയുക, കാരണം ഇത് യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്, അതൊരു അറയാണ്, ഇതിൻ്റെ ടൈപ്പ് ഒരു അറയാണ്. അപ്പോൾ അതിനകത്ത് ഒന്നിലധികം ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു യൂസ് റഫ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഈ ടെക്സ്റ്റ് ബോക്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കോൺസ് txt റഫ് എന്ന് പറയുക, ടെക്സ്റ്റ് റഫ് ഈക്വൽസ് യൂസ് റഫ് എന്ന് പറയുക. വാല്യൂ നമുക്കിവിടെ നള്ളെന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ യൂസ് റഫ് വേരിയബിൾ ഇവിടെ നമുക്ക് റഫ് എന്നൊരു ആട്രിബ്യൂട്ട് പറയുക. അതിനകത്ത് കർലി ബ്രാക്കറ്റ് ഈക്വൽ കർലി ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ആ txt റഫ് എന്ന് അവിടെ പറയുക. അതോടുകൂടി നമ്മൾ ഈ യൂസ് റഫ് വേരിയബിൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ യൂസ് റഫ് വേരിയബിൾ വെച്ചു. അതിന് നമ്മൾ റഫ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പറഞ്ഞു, ഈക്വൽസ് txt റഫ് എന്ന് പറഞ്ഞ ആ യൂസ് റഫ് വേരിയബിൾ അവിടെ ഉപയോഗിച്ചു. അടുത്തത് നമ്മൾ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പം ഈ ടെക്സ്റ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഈ ARR ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യപ്പെടണം. നമുക്കതിനായിട്ട് സെറ്റ് ARR ലിസ്റ്റ് കോൾ ചെയ്യാം. അതിനകത്ത് നമുക്ക് ഒരു പാരാമീറ്റർ എന്നറിയാം, അത് ARR ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് ഇതൊരു ആരോ ഫംഗ്ഷൻ ഇവിടുന്ന് കോൾ ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, കാരണം ഒരു അറയിലോട്ടാണ് വാല്യൂ വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് പ്രീവിയസ് വാല്യൂ നമുക്ക് റീറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ 3 ഡോട്ട് ഇടുക. ഇവിടെ ARR ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇതിനകത്ത് തൊട്ട് മുമ്പ് ഒരു വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നിലനിർത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ ഈ പറയുന്ന പുതിയ വാല്യൂ നമ്മളിവിടെ പാസ് ചെയ്താൽ മതി. അതായത് പുതിയ വാല്യൂ ഇരിക്കുന്നത് ഏതിലാണ്? txt റഫ് ഡോട്ട് കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ അതിലാണ് നമ്മളുടെ പുതിയ വാല്യൂ ഇരിക്കുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ വാല്യൂ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യപ്പെടും. നമുക്ക് അതിനായിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ പുതിയ വാല്യൂ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇവിടെ നമ്മുടെ ARR ലിസ്റ്റ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അറേ സ്ട്രിങ് ആയിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്തോളൂ. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ ഞാൻ
പെന്നെന്ന് കൊടുക്കുന്നു, കണ്ടോ അത് വന്നിട്ടുണ്ട്. പെൻസിലെന്ന് കൊടുക്കുന്നു. സോ ആ അറയിലോട്ട് അത് സ്റ്റോർ ചെയ്യപ്പെട്ടു, നമുക്കത് ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇവിടെ മാപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അറേ നമുക്ക് ഭംഗിയായിട്ട് ഒരു ലിസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇവിടെ UL പറയുക, ഇവിടെ നമ്മൾ പറയേണ്ടത് കർലി ബ്രാക്കറ്റ് പറയുക, ഇവിടെ ARR ലിസ്റ്റ് ഡോട്ട് മാപ്പ് എന്ന് പറയുക. നമ്മൾ ആ മാപ്പ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. മാപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ ഓരോ എലമെൻ്റായിട്ട് കിട്ടും. നമുക്കിവിടെ ഐറ്റം എന്ന് പറയാം. ഇവിടെ നമുക്ക് ആരോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മളിവിടെ LI/LI ഇവിടെ നമ്മൾ ആ ഐറ്റം എന്നങ്ങ് പറഞ്ഞാൽ മതി. കർലി ബ്രാക്കറ്റിനകത്ത് ഐറ്റം എന്ന് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്ന ഐറ്റം ഇത് UL-നകത്ത് LI ആയിട്ട് വന്നോളൂ. നമുക്കതൊന്ന് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റിലോട്ട് ആദ്യം വയ്ക്കുന്നു സെൻഡ് ഇമെയിൽ. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടു ഡു. അതോടെ LI UL ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തത് കോൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇതിപ്പം ബുള്ളറ്റഡ് ലിസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് 1 2 3 ഓർഡറിലാണ് വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ UL മാറ്റി ഓർഡേർഡ് ലിസ്റ്റ് OL ആക്കിയാലും മതി. ഇപ്പം ഞാൻ ക്രിയേറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കിത് 1 2 3 എന്നുള്ള രീതിയിൽ കിട്ടും. സെൻഡ് ഇമെയിൽ. അപ്പം നിങ്ങൾക്ക് ഒരു ടു ഡു ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.